ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന് എങ്ങനെയാണ് നമ്മൾ സംഭാവന ചെയ്യേണ്ടത്? ദൈവത്തിന് സംഭാവനയുടെ ആവശ്യമുണ്ടോ? ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 4-ാം തിരുവചനം. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, സമൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു. നിങ്ങൾ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദൈവം എന്താണോ തന്നിരിക്കുന്നത് അതിൽ നിന്ന് വേണം. അതിൽ നിന്നും നിങ്ങൾ പലതും ഉപേക്ഷിക്കത്തക്കവണ്ണം, പലതിലേക്കും ദാരിദ്ര്യം അനുഭവിക്കത്തക്കവണ്ണം നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്ന സമ്പത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുക. മിക്ക പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന് വേണ്ട ഓഹരി നിങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ആഘോഷിക്കുവിൻ എന്ന് പറയുന്നു. നിങ്ങളെന്നെ കൊള്ളയടിക്കുകയാണെന്ന് ദൈവം പറയുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഇല്ലായ്മയിലും മനസ്സറിഞ്ഞ് നമ്മൾ ദൈവനാമത്തിൽ മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം അതിന് പ്രതിഫലം തരും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ വിധവയുടെ കാണിക്ക എന്ന്. അവൾക്ക് സമ്പത്തോ വരുമാനമോ ഒന്നും ലഭിക്കുവാൻ മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നോ അത് അവൾ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അവളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ ജീവിതവും ഇതേപോലെ ആയിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ദൈവം ഒത്തിരി സമ്പത്ത് തന്നാലും നിങ്ങളുടെ മനസ്സും ശരീരവും മുഴുവനും ചിലപ്പോൾ ലോകത്തിൻ്റെ പുറകെയായിരിക്കും. അതിനു പകരം ഈ സമ്പത്ത് തന്നവനിലേക്ക്, ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾക്ക് ഒന്ന് അടുത്ത് നിൽക്കുവാൻ സാധിക്കുമോ? നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ സാധിക്കും. ഒന്ന് എളിമപ്പെടുവാൻ സാധിക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി പങ്കുവയ്ക്കുവാനുള്ള കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.